പറഞ്ഞതുപോലെ ആശാ വർക്കർമാർ നിലമ്പൂരിൽ ഇറങ്ങിയിട്ടുണ്ട്. ജൂൺ 12 എന്തോ ഉഴുതുമറിക്കും എന്ന മട്ടിലായിരുന്നു പ്രഖ്യാപനങ്ങൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ, പ്രചാരണം തീരുന്ന ദിവസം വരെ നിലമ്പൂരിൽ വീടുകൾ കയറിയിറങ്ങി ഈ ആശാ സമരത്തെ അപമാനിച്ച സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുമെന്നായിരുന്നു പ്രഖ്യാപനം. നിലമ്പൂരിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ മാപ്രകൾ പൊതിഞ്ഞു. ചക്കപ്പഴത്തിൽ ഈച്ച പൊതിയുന്നത് പോലെ. അറിയാമല്ലോ എങ്ങനെ ഒരു കാര്യത്തെ ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കിയിട്ട് ആശാ വർക്കർമാരുടെ, അതായത് സൂസിമിനി നേതൃത്വം നൽകുന്ന ഒരു ന്യൂനപക്ഷമായ ആശാ വർക്കർമാർ കുറച്ച് പേര് അവിടെ ലാൻഡ് ചെയ്ത് അവരെ മാപ്രകൾ ചക്കപ്പഴത്തെ ഈച്ച പൊതിയുന്നത് പോലെ പൊതിഞ്ഞു ചോദ്യങ്ങളൊക്കെ. അപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ചത് ഞങ്ങൾ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിക്കും ഇന്ന സ്ഥാനാർത്ഥിക്കും വോട്ട് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നില്ല. ഈ സമരത്തെ അപമാനിച്ച സർക്കാരിനെതിരെ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അതിന് പച്ച മലയാളത്തിൽ എം സ്വരാജിന് വോട്ട് ചെയ്യരുതെന്നും അത് നിങ്ങൾ BJPക്കോ കോൺഗ്രസിനോ കൊടുത്തോ എന്നുമാണ് പറഞ്ഞു വരുന്നത്. അല്ലെ നിങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൂ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ ഈ സമരത്തിൻ്റെ ലക്ഷ്യം പോലെ തന്നെ നിലമ്പൂരിലെ ലക്ഷ്യം LDFനെതിരെ, പിണറായി സർക്കാരിനെതിരെ, കോൺഗ്രസിനെതിരെ ഒന്നും പറയില്ല, BJPക്കെതിരെ ഒന്നും പറയില്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമം, അപ്പോൾ ഏതെങ്കിലും ഒരു അക്ഷരം BJP സർക്കാരിനെതിരെ, മോദി സർക്കാരിനെതിരെ നിലമ്പൂരിൽ സംസാരിക്കാൻ ആശാ വർക്കർമാരുടെ മിനിയുടെ സംഘടനയ്ക്ക് എന്താ കഴിയാൻ പറ്റാത്തത്? അപ്പം ഇത് കൃത്യമായ രാഷ്ട്രീയമാണ്. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് പൊളിഞ്ഞ സമരമാണ്. പൊളിഞ്ഞ സമരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, മുഖം രക്ഷിക്കാൻ നടത്തിയ ഒരു അടവാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം 45 ദിവസം നിൽക്കുന്ന രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം ഏതാണ്ട് അവസാനിപ്പിച്ചു. അത് ക്ലച്ച് പിടിക്കാതായപ്പോൾ പിന്നെ അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് തെക്ക് തിരുവനന്തപുരം വരെ, വടക്ക് കാസർഗോഡ് മുതൽ ഇങ്ങി വരെ 45 ദിവസം നീണ്ടു നിൽക്കുന്ന, കേരളത്തെ ഇളക്കി മറിക്കുന്ന, പ്രകമ്പനം കൊള്ളിക്കുന്ന രാപ്പകൽ സമരം ഞങ്ങൾ ഓരോ ജില്ലകളിലും 2 വലിയ മീറ്റിങ്ങുകൾ വെച്ചിട്ട് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പറഞ്ഞ് തുടങ്ങി. പത്തനംതിട്ട വരെ എത്തിയതായിട്ടാണ് അറിവ്. പിന്നെ നേരെ പ്ലേറ്റ് മാറ്റി നേരെ നിലമ്പൂരിലേക്ക് വിടാൻ തീരുമാനിച്ചു. അപ്പോൾ സമരം നിർത്തി. അത് ആശാവർക്കർമാർ സൂസിമിനിയൊക്കെ പറയുന്നത് താൽക്കാലികമായിട്ട് നിർത്തി എന്നായിരിക്കും. ഫലത്തിൽ ഈ മാസം 17 തിരുവനന്തപുരത്ത് അവസാനിക്കേണ്ടിയിരുന്ന രാപ്പകൽ സമര യാത്ര പത്തനംതിട്ടയിൽ എത്തിക്കഴിഞ്ഞിട്ട് അത് ഏതാണ്ട് നിർത്തിവെച്ചിട്ട് ഈ കുറച്ച് ആശാ വർക്കർമാരും സൂസിമിനിയും നിലമ്പൂരിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഫലത്തിൽ സമരം ചീറ്റിപ്പോയി. സമരം ലക്ഷ്യം കണ്ടില്ല. അതിന് എന്തെങ്കിലും ഒരു പോംവഴി രക്ഷപ്പെടാൻ കണ്ടെത്തണമല്ലോ. മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിലമ്പൂരിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നത്. നിലമ്പൂരിൽ ഇവരെ പോലീസൊക്കെ സംരക്ഷിക്കണേ എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ലെഫ്റ്റ് റൈറ്റ് വോയിസിന്. കാരണം എന്തെങ്കിലും കുത്തിത്തിരിപ്പ് സംഘങ്ങളാണോ അവിടെ എന്നുള്ളത് അറിയാമല്ലോ നമുക്ക്. UDFന്റെ കുത്തിത്തിരിപ്പ് സംഘങ്ങൾ, കോൺഗ്രസിൻ്റെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം, മീൻ പിടിക്കാൻ വെച്ച കെണിയിൽ, പന്നിക്കണിയിൽ പെട്ടിട്ട് മീൻ പിടിക്കാൻ പോയ കുട്ടികളിൽ ഒരാൾ ദാരുണമായി മരിച്ച സംഭവം, അത് കോൺഗ്രസ്സുകാർ ഏറ്റെടുത്ത രീതി. അതുപോലെ ഓരോരോ സംഭവങ്ങൾ, ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇനിയിപ്പോൾ ക്ഷേമ പെൻഷൻ വിവാദമാക്കി. ഇതെല്ലാം UDFന് തിരിഞ്ഞു കുത്തിയപ്പോൾ, അതുപോലെ പാണക്കാട് തങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് തിരിച്ചടിയായി ആര്യാടൻ ഷൗക്കത്ത് പാണക്കാട് തങ്ങളെ അവഹേളിച്ചത്, അവിടെ എന്താ റെയ്ഡ് നടത്താത്തത് എന്ന് പറഞ്ഞതും പുറത്തിട്ടു. ഫലത്തിൽ ഓരോന്നും UDFനെതിരെ തിരിച്ചു വരുന്നു, ഓരോ പ്രചരണ കോലാഹലങ്ങളും. അതിൻ്റെ പലതും അതിൻ്റെ ഒടുവിലത്തേതാണ് ഇപ്പോൾ ആശാവർക്കർമാരുടെ ഈ വീട് കയറൽ സമരം. അവിടെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ പഴിയും പിണറായി സർക്കാരിന് വരും. അതുകൊണ്ട് ഈ ആശാവർക്കർമാരോട് ആരും മോശമായിട്ട് പെരുമാറാതിരിക്കുക. അവർ വീട് കയറി വോട്ട് ചോദിച്ചോട്ടെ. വീട്ടുകാർക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം, അതിനവർ മറുപടി കൊടുക്കട്ടെ. ആ ചോദിക്കാൻ ഒന്ന് രണ്ട് കാര്യം കൂടി ഇവിടെ പറയാം. ഈ വീടുകളിൽ വന്നിട്ട് സർക്കാരിൻ്റെ പ്രതിനിധിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ, ഏറ്റവും അവസാനം സുസിമിനിയും കൂട്ടാളികളും നിലമ്പൂരിൽ വന്നിട്ട് ഇന്നലെ പറഞ്ഞത് ഒരു ആശാവർക്കർക്ക് ദിവസവേതനം 116 രൂപ മാത്രമാണ് എന്നാണ്. എന്തൊരു അസത്യ കണക്കാണ്, വ്യാജ കണക്കാണ് ഈ പറയുന്നത്. ഒരു ആശാവർക്കർക്ക് കിട്ടുന്ന ദിവസ വരുമാനം 116 രൂപ മാത്രമാണ്. നേരത്തെ സെക്രട്ടേറിയറ്റ് നടയിലെ സമരപ്പന്തലിൽ പറഞ്ഞത് ഏതാണ്ട് 200-250 രൂപയൊക്കെ കിട്ടുന്നുള്ളൂ എന്നായിരുന്നു.
അതും അവാസ്തവമായിരുന്നു. ഞങ്ങൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കൂടുതൽ തുക ആശാവർക്കർമാർക്ക് കിട്ടുന്നു. ഇപ്പം നിലമ്പൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് 116 രൂപ മാത്രമേ കിട്ടുന്നുള്ളൂ. എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്, എന്ത് ഡേറ്റ വെച്ചിട്ടാണ് പറയുന്നത്? അപ്പോൾ ശുദ്ധ നുണ, കള്ളം, പച്ച കള്ളം പറഞ്ഞിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഓരോ ശ്രമമാണ് നടക്കുന്നത്. ജനങ്ങൾ ഇതിനെപ്പറ്റിയെല്ലാം തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ ആശാസമരം എന്തിൻ്റെ സമരമാണെന്ന് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. അതിൻ്റെ അവസാനത്തെ കേളികൊട്ടാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ചട്ടിമറിയക്കുട്ടിയെയും വാളയാർ അമ്മയും ഒക്കെ എഴുന്നള്ളിച്ച് UDFും ഇവിടുത്തെ പിണറായി വിരുദ്ധരുമൊക്കെ എവിടെ എത്തിയെന്ന് നമുക്ക് അറിയാം. അതേപോലെ ആ കാറ്റഗറിയിലേക്ക് ആശാസമരവും പോവുകയാണ്. ചട്ടിമറിയ സമരം പോലെ, വാളയാർ അമ്മ സമരം പോലെ ചവറ്റുകുട്ടയിലേക്ക് പോകുന്ന ഏറ്റവും അടുത്ത കാലത്തെ 3ാമത്തെ സമരമായിരിക്കും ആശാവർക്കർമാരുടെ സമരം. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ 1000 രൂപ മാത്രം കൊടുത്തത് ഘട്ടം ഘട്ടമായിട്ട് പിണറായി സർക്കാർ അത് 7000 രൂപ വരെ ആക്കിയ ഈ സർക്കാരിനെതിരെ സമരം ചെയ്യുകയാണ്. കേന്ദ്രത്തിനെതിരെ സമരമില്ല. നമ്മൾ പലതവണ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. എന്തടിസ്ഥാനത്തിൽ, എന്ത് ന്യായം, എന്ത് യുക്തി വെച്ചിട്ടാണ് ഇവർ നിലമ്പൂരിൽ പോയിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത്? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന LDFിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയുന്നത്? ഇവർ സമരം ചെയ്യേണ്ടത് അപ്പോഴും ഇപ്പോഴും എപ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെയല്ലേ? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറോറിയം കൊടുക്കുന്ന കേരളത്തിനെതിരെ സമരം ചെയ്യണം, കേരള സർക്കാരിനെതിരെ സമരം ചെയ്യണം. അപ്പം ഇത് തികഞ്ഞ കൃത്യമായ രാഷ്ട്രീയം മാത്രമാണ് ആശാ വർക്കർമാർക്കും മിനി സൂസി മിനിക്കും ഉള്ളത് എന്നുള്ളത് വ്യക്തമായി ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. ഇതൊരു പൊളിഞ്ഞ സമരം തന്നെയാണ്. അത് അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അത് അവരുടെ കുഴപ്പം. അവർക്കിനി എങ്ങനെ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നിലമ്പൂരും കഴിയുമ്പോൾ അത്രയാണ്.